Pandarakalan'Sന്റെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോസിനെ കുറിച്ച് ഹബീബ് കം ഓൺ. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഒക്കെ കഴിഞ്ഞു, ഉച്ചയ്ക്കണം. പിന്നെ നമ്മളിന്നൊരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ടോ വരുന്നത്. വെറൈറ്റി പറഞ്ഞാൽ വീട്ടിലൊന്നും നല്ല കുക്ക് ചെയ്യണം. നമ്മൾ പുഴയിലാണ് ഇപ്പോൾ അല്ലേ, കാപ്പുറമ്പ് കുണ്ടമ്പുഴ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്പോട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊരു കോഴി ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫ്രഷ് ചിക്കനൊക്കെ പിടിച്ച് ഇനി ഇവിടുന്ന് അതിനെ അറുത്തിട്ട് കോഴിയും പിന്നെ പൂളയാണ്. പൂള പറഞ്ഞാൽ പൂള കപ്പ എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിൽ പൂള എന്നേ പറയല്. ആ സാധനമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ബാക്കി ഞങ്ങൾ കണ്ടു നോക്കി പുഴൻ്റെ ഭംഗിയും നമ്മൾ ആ ഒരു വെറൈറ്റി കുക്കിംഗ് എങ്ങനെയാണ് കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഫസ്റ്റ് കോഴി വെട്ടലാണ്. കോഴിനെ അറുത്ത വീഡിയോ ഞങ്ങൾ കണ്ടു. ഇനി അത് വെട്ടുന്നതാണ്. വെട്ടുന്നത് നമ്മളെ ചെറിയ കുണ്ടാണ്, വലിയ കുട്ടികൾ ചെറിയ കുണ്ടാണ്. അതിന് നമ്മളെ എന്തായിരുന്നല്ലോ കണ്ണടച്ചപ്പോൾ ചെറിയ കുണ്ടാണ്. ഇതെന്താണ് കക്ക? ഇതൊക്കെ ഉപയോഗിക്കണം. ഒരു കോഴി ഇതിലിടുമ്പോൾ പൂർണ്ണമായി അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഉൾക്കൊള്ളിച്ചെങ്കിലേ ഉള്ളൂ അതിൻ്റെ ആ കോഴി നമുക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ഇത് കിട്ടുള്ളൂ. എല്ലാ സാധനവും ഇട്ടാലേ അതിനൊരു റാത്ത് കിട്ടുള്ളൂ അല്ലേ? തലൻ്റെ പീസ് ഉണ്ട്, ഇതിൻ്റെ പീസ് ഉണ്ട്. നമ്മൾ തലപ്പീസ് ഉണ്ട് അതില്. ഓക്കെ, കാലിടുന്നുണ്ടോ? കാലിടൂല. കക്കുണ്ട്, കുടലുണ്ട്. പക്ഷെ കഴുകാളൊരു ബുദ്ധിമുട്ടുണ്ടാവൂല്ലേ? ഇല്ല, പുഴയിലായതുകൊണ്ട് അതിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അതങ്ങനെ തന്നെ പോയി വരുമ്പോൾ പൂള കട്ട് ചെയ്യാനുണ്ടോ? പൂള വളരെ ഭംഗിയായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പരിപാടി നടക്കുന്നുണ്ട്. അട്ടപ്പാടിപ്പുള ഇതെല്ലാം അട്ടപ്പാടിപ്പുള കറക്കനെ. കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഈ പരിപാടിൻ്റെയൊക്കെ ആശാമാരാണ് നമ്മളൊക്കെ കൂടുതൽ. അതുകൊണ്ട് നമ്മക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പരിപാടി വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അയ്യ, അടുപ്പ് ഇപ്പൊ തന്നെ കത്തിക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റേ മൊത്തത്തിൻ്റെ അടിയിൽ മണലാണ്, ചെറിയ പുതിലുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് മറ്റേ സാധനമൊക്കെ റെഡിയായി അടുപ്പത്തൊട്ട് അഡ്വാൻസ്ഡായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണെങ്കിൽ നല്ലതാണ്. സൗദിയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മൈമാലി കാക്കു. അതേ ഇപ്പോൾ നാട്ടിൽ തന്നെ കോഴി ഫാമൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ കൂടിയിരിക്കുകയാണ്. എക്സ്പീരിയൻസ്, പഴയ കാലത്തെ എക്സ്പീരിയൻസ് അതേ ഇപ്പം തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്, ലൈവായിട്ട് കാണിച്ചു തരികയാണ് കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുന്നവർ.
സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ അതാ അയ്യ ഉഷാറായിട്ട് കട്ട് ചെയ്ത് വെച്ച് തക്കാളി, ചെറുള്ളി, പച്ചമുളകൊക്കെ നല്ല സ്റ്റൈലിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും നാരങ്ങയൊക്കെ ഉണ്ട്. നമ്മളാള് മൈമാലിയാക്കും മൂപ്പരാണ് നമ്മളെ വന്ന ഫാമിൻ്റെ ഒക്കെ ഓണർ. മൂപ്പരാണ് നമുക്ക് കോഴിയൊക്കെ സ്പോൺസർ ചെയ്തിരിക്കണം. അപ്പോൾ ആളത് അവിടെ ഇഞ്ചിയും പച്ച കുരുമുളകൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കവറിലിട്ടിട്ട് പാളയിൽ വെച്ചിട്ട് കുത്തി ചതച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് മിക്സ് ചെയ്യാനാവും. അടുപ്പ് നമ്മളത് വർക്കിംഗ് ആയിട്ടുണ്ട്. അതിനകത്ത് പൂള വെച്ചിരിക്കണം അല്ലേ? പൂള വെച്ചിരിക്കണം തോന്നുന്നു. വേറൊരു അടുപ്പ് അവിടെ കത്താനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അയ്യ ഇവിടെ നിന്ന് നീച്ച അടുപ്പും കൂടെ കത്തുമെന്ന് പറയുന്നു. ഇതാ കോഴി മുബാറക്കാക്ക് വളരെ ഫാസ്റ്റായിട്ട് ക്ലീനാക്കി. കോഴിയൊക്കെ നല്ല പെട്ടെന്ന് അറുത്ത് കഴിഞ്ഞാൽ തന്നെ 2 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് ചെയ്ത് ഇട്ടേക്കണം. വെളുത്തുള്ളി ഇഞ്ചിയാണ് പച്ചഞ്ചി കേട്ടോ. പച്ചഞ്ചി ചതച്ചുകൊണ്ടിരിക്കണം അല്ലേ? പണ്ടൊരാൾക്കേ ഈ സ്വർണ്ണപ്പല്ല് വെക്കുന്ന കാലത്തേ സ്വർണ്ണപ്പല്ല് ഭയങ്കര ഡിമാൻഡ് ആക്കണേ. സ്വർണ്ണപ്പല്ല് ഭയങ്കര ഡിമാൻഡാണ് പറഞ്ഞത്. അപ്പോൾ ഇയാളൊരു സ്വർണ്ണപ്പല്ല് വെച്ചപ്പോൾ അത് ആൾക്കാർക്ക് കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടേ അയാളിങ്ങനെ കടയിൽ കൂടി നടന്നു വെച്ചത് പച്ചഞ്ചി ഉണ്ടോ വെച്ചത്. ഇതിലേക്ക് കൂട്ടേണ്ട ചേരുവകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഉണ്ട്, അത് കട്ട് ചെയ്യുക, ചതച്ചിടുക. ചതച്ചിടുകയാണ് നൂല് അനുയോജ്യം. സൗകര്യക്കുറവ് കാരണം നമ്മൾ കട്ട് ചെയ്തു. പിന്നെ തക്കാളി, പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ച കുരുമുളക്, പിന്നെ അതാണ് ഇപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ളത്. ഏകദേശം അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു 5 മിനിറ്റ് കൊണ്ട് അടുപ്പ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചെമ്പ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഏകദേശം നമുക്ക് മൂത്ത് ചോന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ തക്കാളി, പച്ചമുളക് ഇതിനകത്ത് വെച്ചിട്ടില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചക്കുരുമുളക് ചതക്കേണ്ടതാണ്, ചതന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണ്. നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഏകദേശം നല്ല വെന്ത് വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നു. അപ്പോൾ തീയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അയ്യാ തുറക്കാൻ പോകണം, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട്. ആഹാ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. എന്താണ് നല്ല കുറച്ച് വെളിച്ചെണ്ണ ആണല്ലേ? ലാസ്റ്റ് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാത്ത നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്മെല്ല് കേട്ടിട്ട് നല്ല പുളയാവാൻ സാധ്യത ഉണ്ട്. നോക്കാൻ നോക്കിയേ, എന്നിട്ട് ഒന്ന് ഇളക്കുക അല്ലേ? ഇതിപ്പോ ഇതിനെന്താ നമ്മള് പറയാ? കപ്പ ബിരിയാണി. നമ്മുടെ നാട്ടില് കോയും പൂളിയും പറയും, പല പേരുകളും പറയും. പേര് പലതും ഉണ്ട്. ചിക്കനും പൂളയും സെപ്പറേറ്റ് വേവിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. എന്താണെങ്കിലും നല്ല സ്മെല്ലുണ്ട്, ആവിയൊക്കെ വരുന്നേ. ഇതിന്റെ ടേസ്റ്റും കൂടെ നമുക്ക് പറയാം. നമുക്കിത് വിളമ്പാൻ വേണ്ടിയിട്ട് 2-3 വാഴന്റെ ഇലയൊക്കെ വെട്ടിയാണ്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്.
സംഭവം ഇലയിലൊക്കെ ഇട്ടു. ഇനി നമ്മൾ തോന്നുന്നു ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, പൊള്ളിയാണ്. വെറുതെ പറയല്ല, ഇനി വിശന്നിട്ടാണ് എന്താ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ഫുഡ്. ഇനി ബാക്കിയുള്ളവരോട് കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം എന്ത് സംഭവം. അയ്യാ ഞാനല്ല പണ്ടാരും ഞാൻ നന്നായി തന്നെ പറയുള്ളൂ. ഇവര് പറയട്ടെ കഴിക്കുന്നത്. ഞാൻ പണ്ടാരാണ്. മൈമലിക്കാക്ക് പറയും. മസ്ബൂത്ത് അടിപൊളിയായിക്കണ്. മിക്സ് ഒക്കെ കറക്റ്റ് ആയിക്കണ്. ഓക്കെ അലിക്കാക്കോ എല്ലാതും കറക്റ്റ് ആണ്. ഓക്കെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ടേസ്റ്റ് നോക്കാൻ ഹബീബ് പറഞ്ഞ മറ്റുള്ളവരൊക്കെ പറഞ്ഞു. ഇനി നിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കുഴപ്പമില്ല. സമയത്ര ആയിട്ട് എന്താണെന്നറിയില്ല. പണ്ടാരക്കാലൻസിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഹബീബ്, എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റികൾ? കണ്ടില്ലേ ഞങ്ങള്? നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള ഒരു പുഴയിൽ, ആ പുഴയുടെ ഏകദേശം നടുവിലൊക്കെ ആയിട്ട് ഒരു പാറയിൽ നാച്ചുറലായിട്ട് അടുപ്പൊക്കെ ഉണ്ടാക്കി വിറകൊക്കെ കൂടുന്ന് കത്തിച്ച് നമ്മളെ ചിക്കനും പൂളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡൊക്കെ ഒരുമിച്ച് എല്ലാവരും ഒരു വാൻഡലിലൊക്കെ ഇട്ട് കഴിച്ച് നല്ലൊരു കുളിയൊക്കെ കുളിച്ച് നല്ല തണുപ്പില്ല നല്ല വെള്ളം ഒക്കെ കഴിഞ്ഞിട്ട് ഏതായാലും ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇവിടുന്ന് പോവാണ്, സമയം ഒരുപാടായിക്കാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻ പിടിച്ചിട്ട് അവിടുന്ന് കുക്ക് ചെയ്ത് കഴിക്കും. പക്ഷെ ആ കുക്ക് ചെയ്ത് ഫുഡ് ആവുന്ന സമയത്ത് ഇരുട്ടായി, ലേറ്റായി പോയി. അപ്പോൾ ഒരുപാട് ആൾക്കാരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഫുഡ് കഴിച്ചത് ടേസ്റ്റ് ചെയ്തൊന്നും കണ്ടില്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കുക്കിംഗ് മാത്രമാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ കമൻസൊക്കെ എനിക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. പണ്ടാരക്കാലൻസിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.